ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2025 ആഗസ്റ്റ് മാസം നെറ്റ്ഫ്ലിക്സ് വഴി നേരിട്ട് റിലീസിനെത്തിയ ഒരു സീസണാണ് വെനസ്ഡേ സീസൺ 2. അപ്പോൾ നല്ലൊരു കിടിലൻ വെബ് സീരീസ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 8 എപ്പിസോഡ്സാണ് സീസൺ 2-ലുള്ളത്. ആ 8 എപ്പിസോഡ്സും ഒരു ലാഗും ഇല്ല. നല്ല കഥ പറച്ചിൽ, നല്ല സ്റ്റോറി ടെല്ലിങ്, ഒരു രക്ഷയില്ലാത്ത ക്ലൈമാക്സ്, ഒരു ട്വിസ്റ്റ് നിന്നിട്ടാണ് പോയിട്ടുള്ളത് ആ സീസൺ അവസാനിക്കുന്നത്. കാരണം ഗംഭീരമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ട്വിസ്റ്റ്. ഒരു വണ്ടർ അടിച്ചു പോയി. കാരണം സീസൺ 2 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നെറ്റ്ഫ്ലിക്സിൻ്റെ അടുത്തൊരു ഫ്യൂച്ചർ വെബ് സീരീസ് ആയിരിക്കും ഈ വെനസ്ഡേ ആഡം എന്ന് പറയുന്നത്. കാരണം വെനസ്ഡേ ആഡം ക്യാരക്ടറിൻ്റെ പേരാണ്. വെനസ്ഡേ എന്ന് പറയുന്ന ഈ വെബ് സീരീസ് കാരണം സ്ട്രേഞ്ചർ തിങ്സ് കഴിഞ്ഞിട്ടും കുറച്ച് ടോപ്പ് 5-ൽ ഒരു പ്രേക്ഷക നിലയിൽ ഈ ഇതും കൂടെ ചേർത്ത് വെക്കാൻ എനിക്ക് പറ്റും. കാരണം കിട്ടിലൊരു നല്ല ലാഗില്ലാതെ ഒരു പ്രേക്ഷകനെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസുള്ള ഒരു സംഭവം തന്നെയാണ് ഈ വെനസ്ഡേ സീസൺ 2 എന്ന് പറയുന്ന സംഭവം വെബ് സീരീസ് പോകുന്നത്. സംഭവം അറിയില്ല, കഥയെന്ന് പറയുന്നത് നമ്മുടെ വെനസ്ഡേ ആഡംസ് നെവർമോർ സ്കൂളിൽ ഹോളിഡേ ആണ്. അപ്പം വീട്ടിൽ ചുമ്മാ ഇരിക്കത്തില്ല, എന്തെങ്കിലും കേസോ കുറ്റാന്വേഷണങ്ങളോ അന്വേഷിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് വെനസ്ഡേ എന്ന് പറയുന്നത്. ഒരു ഡാർക്ക് സൈക്കിക് മോഡലുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ചെയ്യുന്ന വെച്ചാൽ കുറേ സൈക്കോ കില്ലറിനെ കണ്ടുപിടിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏബിലിറ്റി എന്ന് പറയുന്നത്. ഒരു സൈക്കിങ് ഏബിലിറ്റി ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ വെനസ്ഡേ എന്ന് പറയുന്നത്. വെനസ്ഡേ അങ്ങനെ ആ കില്ലറിനെ കണ്ടുപിടിച്ചാണ് കഥ തുടങ്ങിപ്പോകുന്നത്. നെവർമോർ സ്കൂളിൽ പോയപ്പോൾ ഒരുപാട് കഥകളുണ്ട്. ഒന്നാമത്തെ ഈനഡിന് വധഭീഷണിയുണ്ട്. വെനസ്ഡേയുടെ ഒറ്റ സുഹൃത്താണ് ഈനഡ്. ഈനഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എമയാണ് ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. അവരൊരു ആൽഫ വേർ വൂൾഫാണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള വേർ വൂൾഫാണ്. പക്ഷേ വെനസ്ഡേയുടെ ഭയങ്കര സ്നേഹമാണ് അവർക്ക്. അപ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരെ ഒന്ന് അകറ്റി നിർത്തിയ വെനസ്ഡേ. അത് മാത്രമല്ല, നമ്മുടെ വെനസ്ഡേയുടെ കുടുംബത്തിന് കുറച്ച് ഡാർക്ക് പാസ്റ്റ് ഉണ്ട്. ആ ഡാർക്ക് പാസ്റ്റും കണ്ടുപിടിക്കുകയും വേണം, ഈനഡിനെ രക്ഷിക്കുകയും വേണം, പിന്നെ തൻ്റെ സഹോദരനെ രക്ഷിക്കുകയും വേണം. ഒരുപാട് ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ഈ സീരീസ് പറഞ്ഞു പോകുന്നത്. പക്ഷേ അത് മാത്രമല്ല, നമ്മൾ ആ തിങ് എന്ന് പറയുന്ന സാധനത്തിന്, നമ്മൾ ആ ഹാൻഡ് ഉണ്ടല്ലോ, അതിന് വരെ ഒരു കഥയുണ്ട്. ട്വിസ്റ്റ് അതും പൊളിച്ച് ഗംഭീരം. അത് നിങ്ങൾ കണ്ടു നോക്കണം. എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ കിഡിലോട്ട് എത്തിക്കും ആ സീരീസ്. ഒരു ഡാർക്ക് സൈക്കോളജി കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയൊരു വെബ് സീരീസാണ് വെനസ്ഡേ സീസൺ 2. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ദിവസം വെച്ച് 2 എപ്പിസോഡ് വെച്ചാണ് ഞാൻ കണ്ടു തീർക്കുന്നത്. ഓരോ എപ്പിസോഡ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 58 മിനിറ്റ് ഉണ്ട്. ഓരോ എപ്പിസോഡ് ലെങ്ത് എന്ന് പറയുന്നത്. ചിലത് 1 മണിക്കൂറുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ദിവസം 2 എപ്പിസോഡ് വെച്ച് കാണാൻ നോക്കുക. ഒരുമിച്ച് കുത്തിയിരുന്ന് കാണരുത്, എന്ന് വെച്ചാൽ കണ്ണിനൊക്കെ ദോഷമാണ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ത്വര കയറുമെന്ന് എനിക്കറിയാം. ഓരോ എപ്പിസോഡ് കഴിയും തോറും നിങ്ങൾ ഒരു ദിവസം 2 എപ്പിസോഡ് വെച്ച് കാണാൻ നോക്കുക. കിടിലമാണ്, മസ്റ്റ് വാച്ചബിളാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് വെനസ്ഡേ സീസൺ 2-നെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ വെനസ്ഡേ സീസൺ 2. എല്ലാവരും പെർഫെക്റ്റ് കാസ്റ്റിംഗ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു രക്ഷയില്ല. കൊടുത്ത ക്യാരക്ടേഴ്സിന് എല്ലാം പൊളി തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വെനസ്ഡേ സീസൺ 2-നെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.